ശ്രീനാരായണപുരം എന്ന തീരദേശ ഗ്രാമത്തിൽ ഈയൊരു കാവുണ്ടെന്നത് തന്നെ അത്ഭുതമാണ്. നൂറ്റാണ്ടുകളുടെ പഴക്കവും പൗരാണികതയും ഗാംഭീര്യവും പേറുന്ന കാവിന് പേര് പോലെ തന്നെ ശംഖുമായി ബന്ധമുണ്ട്. കാവിലെ 4 കുളങ്ങളിലൊന്ന് ശംഖുരൂപത്തിലുള്ളതായിരുന്നു. അതിൽ നിന്നാണ് അപൂർവ ഇനം വൃക്ഷലതാദികളും ജീവജാലങ്ങളും ധാരാളം ഉണ്ടായിരുന്ന ഈ പ്രദേശത്തിന് ശംഖുകുളങ്ങര കാവ് എന്ന പേര് ലഭിക്കുന്നത്. ശ്രീനാരായണപുരത്തെ ഹൈന്ദവ ഭക്തരുടെ പ്രധാന ആരാധനാലയമെന്ന പ്രത്യേകതയും ശംഖുകുളങ്ങര കാവിനുണ്ട്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ക്ഷേത്രത്തിന്റെ പ്രധാന പ്രതിഷ്ഠയ്ക്കുമുണ്ട് നിരവധി പ്രത്യേകതകൾ. ഒറ്റപീഠത്തിൽ തന്നെ 3 പ്രതിഷ്ഠകളാണുള്ളത്. രാജരാജേശ്വരി ദേവിക്കും ദുർഗാദേവിക്കുമൊപ്പം ശാസ്താവും ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്നു. ഒരേ ശ്രീകോവിലിൽ തന്നെ 3 പ്രതിഷ്ഠകൾ കേരളത്തിൽ തന്നെ അപൂർവമാണ്. താഴികക്കുടമില്ലാത്ത ക്ഷേത്രത്തിൽ മഴ പെയ്യുമ്പോഴെല്ലാം നടുവിലിരിക്കുന്ന ദുർഗാദേവിയുടെ ശിരസിൽ ജലധാര നടത്തുന്നുവെന്നും ഭക്തർ വിശ്വസിക്കുന്നു. ഇത് ഏകദേശം 3 ഏക്കറിൽ താഴെയാണ് ഈ കാവ് നിലകൊള്ളുന്നത്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ഈ ഒരൊറ്റ പീഠത്തിൽ കിഴക്കോട്ട് മുഖമായിട്ട് ഇരിക്കുന്ന രൂപത്തിൽ വലതുവശത്ത് രാജരാജേശ്വരി, നിൽക്കുന്ന രൂപത്തിൽ നടുക്ക് ശ്രീ ദുർഗ, ഇടതുവശത്ത് ഇരിക്കുന്ന രൂപത്തിൽ ശ്രീ ധർമ്മശാസ്താവ്. അപ്പോൾ ഇതിൻ്റെ നിർമ്മിതി എങ്ങനെയാണെന്ന് വെച്ചാൽ മഴക്കാലത്ത് മഴ പെയ്യുമ്പോഴൊക്കെ ശ്രീ ദുർഗയുടെ ശിരസിൽ ശ്രീകോവിലിനകത്ത് ജലം വീഴുന്ന രീതിയിലാണ്. നിത്യഹരിത വനങ്ങളിലേതിന് സമാനമായ നിരവധി വൃക്ഷലതാദികളും ഔഷധ സസ്യങ്ങളാലും സമ്പന്നമാണ് കാവ്. വിദഗ്ധരും ഗവേഷകരും നടത്തിയ പഠനങ്ങളിൽ 270-ൽ പരം ഔഷധ സസ്യങ്ങൾ കാവിലുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കാലപ്പഴക്കം കാരണം മരങ്ങൾ നശിച്ചു പോകുന്നതല്ലാതെ കാവിൽ നിന്ന് ഒരു മരം പോലും വെട്ടിയെടുക്കാറില്ല. കിഴക്കൂട്ട് കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കാവും ക്ഷേത്രവും. എന്നാൽ പ്രദേശവാസികളും പരിസ്ഥിതി സ്നേഹികളുമെല്ലാം കാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എപ്പോഴും സഹകരിക്കാറുണ്ട്. തീരദേശ മേഖലയിൽ ഇങ്ങനത്തെ ഒരു കാവ് എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ജൈവ വൈവിധ്യത്തിൻ്റെ ഒരു കലവറ കൂടിയാണത്. ഇവിടുത്തെ നാട്ടിലെ ഒരു സവിശേഷമായ ഒരു ശ്രദ്ധ ഇതിനുണ്ട്. പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ ഈ ഡോക്ടർ അമിതാഭ് ബച്ചൻ സാറിൻ്റെ ഒക്കെ ശ്രമഫലമായിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റിൻ്റെ ഭാരവാഹികളൊക്കെ വളരെ അതീവ ശ്രദ്ധയോടുകൂടി ഇത് സംരക്ഷിക്കപ്പെടുന്നുണ്ട്. വനത്തിനു സമാനമായ ശാന്തത നിറഞ്ഞ അന്തരീക്ഷത്തിൽ പ്രാർത്ഥിക്കുക എന്നത് പ്രത്യേക അനുഭവം തന്നെയാണെന്ന് ശംഖുകുളങ്ങര കാവിലെത്തുന്ന ഭക്തർ പറയുന്നു. പ്രകൃതി സ്നേഹത്തിന്റെയും പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും മാതൃകയിൽ എന്ന നിലയിലാണ് മറ്റൊരു വിഭാഗം ആളുകൾ കാവിനെ പരിചയപ്പെടുത്തുന്നത്. ന്യൂസ് മലയാളം, തൃശൂർ.